വീണ്ടും അതിമനോഹരമായ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്നത്തെ സജഷൻ. ഓക്കെ, ഇന്നത്തെ നിങ്ങളുടെ മസ്റ്റ് വാച്ച് മൂവി സജഷൻ ഈസ് നൺ അതർ ദാൻ ജെയിംസ് ബോണ്ടിന്റെ എക്കാലത്തെ മികച്ച ഒരു സിനിമയായ ഗോൾഡ് ഫിംഗർ. ഓക്കെ, ഗോൾഡ് ഫിംഗർ ഗൈസ്. അപ്പോൾ ഇത് ഓവറോൾ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഞാൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതിൻ്റെ എന്താ പറയുക, ബിഹൈൻഡ് ദ സ്റ്റോറി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക ഈ വീഡിയോയിലോട്ട് നമുക്ക് നോക്കാം. പക്ഷേ ഞാൻ ഇപ്പം പറയുന്നു, ഈ ബോണ്ടിൻ്റെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഫിംഗർ എന്ന സിനിമ 1964 ഓക്കെ, 1964 പറയാം ഈ സിനിമ ഇറങ്ങുന്നത്. 1964 അതായത് ഏകദേശം 64, 74, 86, 89, 94 ഏകദേശം 60 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു പടം. മനസ്സിലായ 60 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു പടം എന്ത് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പടം നമുക്കെടുക്കാൻ പറ്റൂടെ? ഒരു രക്ഷയില്ലാതാണ് എന്താ പറയുക ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഒന്നും വരാത്തതിന് മുമ്പ് എന്താ പറയുക അന്നത്തെ പിന്നെ അന്നെടുത്ത പടവും കൂടെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബോക്സ് ഓഫീസ് 3 മില്യൺ എന്താ പറയുക ഇതിന് മുടക്കിയത്. തിരിച്ച് കിട്ടിയത് 125 മില്യനാണ്. ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 ബില്യൺ വരെ എന്താ പറയുക ഈ സിനിമ അടിക്കേണ്ടതാണ്. അത്രയ്ക്ക് ഹിറ്റാണ് എന്താ പറയുക ഈ പടം. ഈ എന്താ പറയുക നമ്മുടെ ഈ ഗോൾഡ് ഫിംഗർ എന്ന് പറഞ്ഞാൽ ഈ പടം. അപ്പോൾ സിനിമയുടെ സ്റ്റോറി പറയുന്നതിന് മുമ്പായിട്ട് നമുക്കെന്നറിയാം, ആദ്യമായിട്ട് ഇത് എവിടെയൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതായത് എവിടെയൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഏകദേശം എല്ലാ പ്ലാറ്റ്ഫോമിലുണ്ട്. എന്താ പറയുക, ആമസോണിലുണ്ട്, ആപ്പിൾ TV, യൂട്യൂബ്, പിന്നെ അതുപോലെ തന്നെ മറ്റേ ജിയോ ഹോട്ട്സ്റ്റാർ, എല്ലാത്തിലും. കാരണം വെച്ചാൽ ഇത് ജെയിംസ് ബോണ്ടിൻ്റെ പടമാണ്, അവൈലബിലിറ്റി എല്ലായിടത്തും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനുള്ള സ്ഥലം ഇപ്പോൾ കണ്ടല്ല, നിങ്ങൾക്ക് അവിടെ ഇങ്ങോട്ടോ കിടന്ന് അയ്യോ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ നിങ്ങൾ ഓടേണ്ട ഒരാവശ്യമില്ല. എല്ലാ പ്ലാറ്റ്ഫോമിലും എന്ന് പറയാം ഈ ജെയിംസ് ബോണ്ട് ഗോൾഡ് ഫിംഗർ എന്ന് പറയുന്നൊരു പടം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ സ്റ്റോറി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗോൾഡ് ഫിംഗർ എന്ന് പറയുമ്പോഴേക്കും ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു കേസ് അന്വേഷണമായിട്ട് എന്താ പറയുക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവൻ MI6 ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്താ പറയുക. MI6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ FBI CIA എന്ന് പറയുന്ന ഒരു വിങ് അവിടെ UK, അതായത് ഇംഗ്ലണ്ടിലുള്ള ഒരു വിങ്ങിനെയാണ്. നമ്മളിവിടെ CBI, പിന്നീട് വേറെ ഏതൊരു പേരും കൂടെ പറയും നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു വിങ്ങാണെന്ന് പറയാം MI6. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോറിൻ അലൈൻമെൻറ്റ്സ് കാരണം ഇൻവെസ്റ്റിഗേറ്റർക്കാർ ഓവറോൾ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഗോൾഡ് ഫിംഗർ എന്ന ഒരാളെന്ന് പറയും ഗോൾഡ് സ്മഗിൾ ചെയ്യുന്നു, ഇൻ്റർനാഷണൽ ബോർഡേഴ്സിൽ കൂടെ എന്താ പറയുക ഗോൾഡൊക്കെ സ്മഗിൾ ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് കിട്ടും. അപ്പോൾ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്താ പറയുക ബോണ്ട് പോകും. അപ്പം ജെയിംസ് ബോണ്ട് ഇങ്ങനെ പോകും, കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. ഇടയ്ക്ക് എന്താ പറയുക ജെയിംസ് ബോണ്ടിനെ ആംബുഷ് ചെയ്യും. അതിനുശേഷം എന്താ പറയുക ഇവൻ്റെ കൂടെ എങ്കിലും ജില്ലെന്ന് നടത്തിയിട്ട് അവളെ കംപ്ലീറ്റ് ആണെന്ന് ഗോൾഡിനെ പൂശ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ബോണ്ട് എന്താ പറയുക ഇവൻ്റെ അതായത് ഗോൾഡ് ഫിംഗറിൻ്റെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് മാത്രം എടുക്കുക എന്നല്ല, വേറെ കുറച്ച് വലിയൊരു ഈവിൾ ആയിട്ടുള്ള പ്ലാൻ എന്ന് പറയാം ജെയിംസ് ബോണ്ട്, അതായത് ഈ ഗോൾഡ് ഫിംഗറിനുണ്ടെന്ന് ജെയിംസ് ബോണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അത് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഈ പ്ലാൻ വേറെ ഒന്നുമല്ല, ഈ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ് ആണ് ഈ ഗോൾഡ് ഫിംഗറിൻ്റെ ഈ കണ്ണാപ്പിയുടെ ഏറ്റവും വലിയ ഇത്. അപ്പോൾ ഗോൾഡ് ഇങ്ങനെ റിസർവ് ശേഖരിച്ചെന്താ ഇവനൊരു പെട്ടിക്കകത്താണ് വലിയൊരു റിസർവിൽ എന്താ പറയുക ഇപ്പോൾ ഗോൾഡൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും ഇവൻ്റെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈവിൾ പ്ലാൻ ഇവന് വേറെ ഉണ്ട്. അതായത് അമേരിക്കനിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഗോൾഡ് റിസർവിലായിട്ട് വലിയ ഒരു ബാങ്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. വലിയൊരു ഗോൾഡ് റിസർവ് അവിടെ എന്താ പറയുക അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ന്യൂക്ലിയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക റേഡിയേഷൻ വരും. അപ്പോൾ റേഡിയേഷൻ വരുമ്പോഴേക്കും ആ ഗോൾഡ് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ വരും. ഗോൾഡ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ വരുമ്പോൾ എന്ത് ചെയ്യും ഇവൻ്റെ കയ്യിൽ ഗോൾഡ് ഇരിക്കുകയല്ലേ. അപ്പോൾ വേൾഡ് മാർക്കറ്റിൽ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുകയും ഇവന് ഭയങ്കര കാശ് എന്താ പറയുക പാരായം ചെയ്യാം. അപ്പോൾ അതാണ് ഈ ഗോൾഡ് ഫിംഗറിൻ്റെ ഒബ്സഷൻ. ഇതാണ് സ്റ്റോറി. ഇതിനെ ബോണ്ട് തടയുന്നു, എല്ലാ കാര്യങ്ങളാണ്. ധൈര്യമായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ഒരു സ്റ്റോറി കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇത് ജെയിംസ് ബോണ്ടിൻ്റെ സിനിമ നിങ്ങൾ ഈ സിനിമ കണ്ടായിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് ഇതിലെ കാറ്, ഇതിലെ ഓരോ സീൻസ്, അതുപോലെ തന്നെ പല റിസോർട്ട്സും പല ക്യാമറ ആംഗിളും പല സീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ ഫാഷൻ, അന്നത്തെ കാറിൻ്റെ എല്ലാ പരിപാടിയും, അന്നത്തെ ടെക്നോളജീസ് എല്ലാ പരിപാടിയും എന്താ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾ നൊസ്റ്റാൾജിയ പോലെ എന്താ പറയുക നിങ്ങൾ കാണും. കാര്യമായിട്ട് നിങ്ങൾ കണ്ടിരിക്കും. കാരണം വെച്ചാൽ ഇതിനകത്ത് പഴയ ഫോർഡ് മസ്റ്റാങ് ഉണ്ടെന്ന് ഡൗട്ടുണ്ട്. എനിക്ക് കറക്റ്റ് എന്ന് പറയാൻ അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്നതെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾ കാർ എക്സ്പേർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ എന്തായിരുന്നാലും ടോട്ടൽ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഓവറോൾ പറഞ്ഞതുപോലെ ഈ കാറിൻ്റെ കാര്യങ്ങളും അന്നത്തെ ഫാഷനും അന്നത്തെ ആ ഒരു സെറ്റപ്പ്, അന്നത്തെ ആ ഒരു 60s വൈബ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യും ഈ സിനിമയ്ക്കകത്ത്. അതൊരു വലിയൊരു പ്രത്യേകതയായിട്ട് എന്താ പറയുക ഒരു കഴിവ് എന്താ പറയുക ഒരു വൈബാണത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ എന്താ പറയുക നോട്ടീസ് ചെയ്യും. പിന്നെ ഗോൾഫ് ഇവിടെ ഇതിൽ ഇറക്കി കളിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ നോക്കുമ്പോഴേക്കും എന്ത് ചെയ്യും കൊള്ളാം,
സ്റ്റോറി ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ഉപരി ബാക്കിയുള്ള സിനിമയുടെ ഡീറ്റെയിൽസ് എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കും. കാരണം വെച്ചാൽ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ പറയാം. കാരണം വെച്ചാൽ അതൊരു ക്യൂരിയോസിറ്റി, അതൊരു കൗതുകത്തോടെ എന്താ പറയുക, നമ്മളെന്താ പറയുക, നമ്മൾ ഇതെല്ലാ പരിപാടിയും എന്താ പറയും, അന്ന് ഇങ്ങനെ കൊണ്ടായിരുന്നല്ലേ, ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കൗതുകത്തോടെ എന്താ പറയുക നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അത് ഫോണും കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ, പക്ഷെ അന്നത്തെ ടെലഫോണോ അന്നത്തെ എല്ലാ പരിപാടിയും സകലതും, പിന്നെ പ്ലെയിനും കാര്യങ്ങളൊക്കെ അന്നെന്താ പറയുക സജീവമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അസ്റ്റൺ മാർട്ടിൻ കാറ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫോർഡിൻ്റെ കാറ് എന്താ പറയുക നിങ്ങൾ നല്ലപോലെ അതും കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അവസാനമൊക്കെ ഒരു ആക്ഷൻ പീക്ക്ഡ് സാധനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് എന്താ പറയും നിങ്ങൾ അതും പോയി കാണുക. എല്ലാം നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ എല്ലാം മാക്സിമം പറഞ്ഞു കാണുക. ആമസോൺ പ്രൈം എല്ലാവരും അതിലെല്ലാം ചക്ക മാങ്ങ തേങ്ങ എല്ലായിടത്തും ഉണ്ട്. ഇല്ലല്ലോ, ഇവിടെ ഇല്ലല്ലോ, എല്ലായിടത്തും ആമസോൺ പ്രൈം എല്ലായിടത്തും ഉണ്ട്, നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്താ പറയുക നിങ്ങൾക്ക് പോയി കാണാൻ ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ സിനിമയുടെ എന്താ പറയുക സ്റ്റോറി ഏകദേശം പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ബോക്സ് ഓഫീസും നിങ്ങൾക്ക് ഇവിടെ കാണണമെന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക ഞാൻ കാര്യങ്ങളൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി ബാക്കിയുള്ള ഇനി എന്താ പറയുക നമുക്ക് പറയേണ്ട ഒരു മേജർ കാര്യം എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ എന്തൊക്കെയാണ് കീ പോയിന്റ്സ് ഒക്കെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വൺ ഓഫ് ദ മാസീവ് സക്സസ് മൂവിയാണ്. ഞാൻ പറഞ്ഞല്ലോ 125 മില്യൺ വരെ അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോഴേക്കും അത് 1.5 ബില്യൺ എങ്കിലും എന്താ പറയുക അടിച്ചിരിക്കും. വെറും തുച്ഛമായ പൈസയിൽ ഇത്രയും വലിയൊരു എന്താ പറയുക സക്സസ് നേടി. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ബോണ്ട് മൂവീസിലെ ലിസ്റ്റിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനത്തിൽ എന്താണ് ഈ ഗോൾഡ് ഫിംഗർ ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എന്താണ് നിങ്ങൾക്ക് പറയും എടുത്തു തന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ DB5 അസ്റ്റോൺ മാർട്ടിൻ. ഏകദേശം എനിക്ക് ഈ ബോണ്ട് ഈ സിനിമ ഉണ്ടല്ലോ, ഈ ഗോൾഡ് ഫിംഗറിലാണെന്ന് പറയാം ഫസ്റ്റായിട്ട് അസ്റ്റോൺ മാർട്ടിൻ DB5 എന്ന് പറയുന്നത് ഈ ഗാഡറ്റ്സോട് കൂടി ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സിനിമയാണ്. അപ്പോഴെന്ത് ചെയ്ത് അസ്റ്റോൺ മാർട്ടിൻ എന്ന് പറയുന്നൊരു വണ്ടി ബോണ്ടിൻ്റെ ഒരു കൂടപ്പറപ്പ് പോലെ അങ്ങനെന്ന് പറയും അതായത് നമ്മുടെ ഒരു കമ്പാനിയൻ എന്ന് പറയുമല്ലോ, അതുപോലെ അസ്റ്റോൺ മാർട്ടിൻ അങ്ങനായി. പിന്നെ അതിനുശേഷം അസ്റ്റോൺ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ അസ്റ്റോൺ മാർട്ടിൻ ആദ്യം കാണുമ്പോൾ നടക്കും ബോഡി ഒരു മനസ്സിൽ പറഞ്ഞാൽ പറയും ജെയിംസ് ബോണ്ട് അങ്ങനെയാണ് ഇതുപോലെ. പിന്നെ സീറ്റ് ഇജക്റ്റും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു പല ട്രിക്കുകൾ ഉപയോഗിച്ച് എന്ന് പറയുന്നത് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലേസർ സീൻ കോമിക് ബുക്ക് നോവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും കുറച്ചും പറയും വ്യത്യാസമാണ്. പിന്നെ ഷെയ്ൻ കോൺററി, ഓക്കെ ഞാൻ വിട്ടുപോയി, ജെയിംസ് ബോണ്ട് ഈ സിനിമ അഭിനയിച്ചത് ഷെയ്ൻ കോൺററിയാണ്. എൻ്റെ പൊന്നോട് ഇങ്ങേരുടെ ഒരു സ്വാഗുണ്ട് ഷെയ്ൻ കോൺററിയുടെ, മറ്റ് നടന്മാരെ പോലെയല്ല. ഇതൊരു ഷെയ്ൻ കോൺററി വാസ് ബോൺ ഫോർ ഇറ്റ്, ഓക്കെ. അങ്ങേരുടെ ഒരു സ്വാഗും കാര്യങ്ങളൊക്കെ അതിഗംഭീരമാണ്. നിങ്ങൾ കണ്ടിരിക്കണം അതൊക്കെ നിങ്ങളെന്താ പറയുക നിങ്ങളത് ഷെയ്ൻ കോൺററിയുടെ കണ്ടിരിക്കണം. ഷെയ്ൻ കോൺററി ജെയിംസ് ബോണ്ട് പടം മാത്രമല്ല വേറെ പല എന്താ പറയുക സിനിമകളുണ്ട്. പക്ഷേ ഷെയ്ൻ കോൺററി വാസ് ബോൺ ടു ഡു ദിസ് എന്ന് പറയും ഈ ജെയിംസ് ബോണ്ട് പടം. അങ്ങനെ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ജെയിംസ് ബോണ്ടിൻ്റെ ഒരു ഫെയിം എന്ന് പറയാൻ അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടാതെയും വന്നൊരു ടൈമുണ്ട്. ഇടയ്ക്ക് നിർത്തിയിട്ട് പോയതാണ്, എന്നിട്ട് വീണ്ടും തിരിച്ചു എന്ന് പറയാൻ വന്നിട്ടുണ്ട്. വിളിച്ച ആൾക്കാരെ തിരിച്ചു വിടാം ഒന്നും കൂടെ അഭിനയുടെ എന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എന്ന് പറയാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ. പിന്നെ ലേസറിൻ്റെ കാര്യങ്ങളും പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഓവറാൾ എന്ന് പറയും ബിഹൈൻഡ് ദ സീൻസ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ, ബാക്കിയുള്ള എല്ലാ ആപ്പിൾ TV എല്ലായിടത്തും പറയും നിങ്ങൾക്ക് ഒരിടത്തും ഓടേണ്ട ആവശ്യമില്ല, എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട്, പോയി കാണുക. അപ്പോൾ ഗൈസ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം എന്താ പറയുക കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഇനി എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് ഒരുപാട് സിനിമകളും എന്താ ഇങ്ങനെ ലിസ്റ്റായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഒക്കെ എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ഇടാം. അപ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് എന്തെങ്കിലും വേണമെങ്കിലും എന്താ പറയുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഓവറോൾ പറയുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ മൂവി സജഷൻ ഗോൾഡ് ഫിംഗർ 1964 ഇറങ്ങിയ ജെയിംസ് ബോണ്ടിൻ്റെ ഗോൾഡ് ഫിംഗർ, വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഓഫ് ജെയിംസ് ബോണ്ട്. ഗോൾഡ് ഫിംഗർ കാണുക, സന്തോഷിക്കുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുക. ഗൈസ് പീസ് ഔട്ട്.